ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ലബനീസ് സായുധ സംഘടനയായ ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ച് 12 പേർ മരിക്കുന്നു. 3000-ഓളം പേർക്ക് പരിക്കേൽക്കുന്നു. പലരും പിന്നീട് മരണത്തിന് കീഴടങ്ങി. മരിച്ചവരിൽ 8 വയസ്സുള്ള പെൺകുട്ടിയും ഉൾപ്പെടുന്നു. ലബനാനിലെ ഇറാൻ അംബാസഡർ മുജ്തബ അമാനിയുടെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടമാകുന്നു. 400-ഓളം പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു. ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത പുതിയ തരം ആക്രമണത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. തീർന്നില്ല. പേജർ ആക്രമണത്തിന് പിന്നാലെ ഹിസ്ബുള്ള നേതാക്കളും പ്രവർത്തകരും ഉപയോഗിച്ചിരുന്ന വാക്കി ടോക്കികളടക്കമുള്ള വയർലെസ് ഉപകരണങ്ങൾ പൊട്ടിത്തെറിക്കുന്നു. ആദ്യ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടെ ബൈറൂത്തിൽ വീണ്ടും സ്ഫോടനമുണ്ടായി. വാക്കി ടോക്കികൾക്ക് പുറമെ ഫിംഗർ പ്രിന്റ് ലോക്കുകളും പഞ്ചിംഗ് മെഷീനുകളും സോളാർ പാനൽ സിസ്റ്റവും അടക്കം പൊട്ടിത്തെറിച്ചു. കാറുകൾ, വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം പൊട്ടിത്തെറികളിൽ തീപിടുത്തമുണ്ടായി. മാസങ്ങൾക്ക് മുൻപ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത 5000 പേജറുകളിലാണ് സെപ്റ്റംബർ 17 ചൊവ്വാഴ്ച സ്ഫോടനമുണ്ടായത്. ലബനാനിൽ എത്തുന്നതിന് മുൻപ് മൊസാദ് ഈ പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചു എന്നാണ് ലബനാൻ സുരക്ഷാ മന്ത്രാലയം ആരോപിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്ക് പേജർ വിൽക്കാൻ മൊസാദ് വ്യാജ കമ്പനി ഉണ്ടാക്കിയെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് പേജറുകൾ? വിശദമായി തന്നെ പരിശോധിക്കാം. എന്താണ് പേജർ എന്നാണ് നമ്മൾ നോക്കുന്നത്. മൊബൈൽ ഫോണിന് മുമ്പ് ആശയവിനിമയത്തിനായി ഉപയോഗിച്ച ഒരു ഉപകരണമാണ് ഈ പേജർ എന്ന് പറയുന്നത്. ഈ ചെറിയ ആശയവിനിമയങ്ങൾക്കാണ് ഈ പേജറുകൾ അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പ്രവർത്തനം ഏത് രീതിയിലാണ് എന്ന് നോക്കാം. റേഡിയോ തരംഗങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഉപകരണം, അതായത് മൊബൈൽ ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായി പേജറുകൾ റേഡിയോ തരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവയാണ്. ഓപ്പറേറ്റർ റേഡിയോ ഫ്രീക്വൻസി വഴി ഒരു സന്ദേശം അയക്കുന്നു. ഇന്റർനെറ്റിന് പകരം ഉപയോഗിക്കാൻ കഴിയുന്ന ഉപകരണമാണ് ഈ പേജർ എന്ന് പറയുന്നത്. സെൻട്രൽ ഓപ്പറേറ്റർ വഴി ഹ്രസ്വവാചക സന്ദേശം അയച്ചുള്ള വിനിമയമാണ് ഈ പേജർ വഴി നമുക്ക് സാധ്യമാകുന്നത്. അതായത് ഒരു സെൻട്രൽ ഓപ്പറേറ്റർ വഴി ടെലിഫോൺ വഴി സംപ്രേഷണം ചെയ്യുന്ന ഉപയോക്താക്കൾക്കായി ഉപകരണങ്ങൾ ഒരു ഹ്രസ്വവാചക സന്ദേശം അയക്കുന്നു. ഇത് പേജറുകളിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന സാങ്കേതിക വിദ്യയും ഫിസിക്കൽ ഹാർഡ്വെയറിലുള്ള അവരുടെ ആശ്രയവും ഒക്കെ അർത്ഥമാക്കുന്നത് നിരീക്ഷിക്കാനുള്ളതാണ്. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംവിധാനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത് ഹിസ്ബുള്ള പോലെയുള്ള സംഘടനകളൊക്കെ ഉപയോഗിക്കുന്നത്. വളരെ ചലനാത്മകതയും സുരക്ഷയും ഒക്കെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഹിസ്ബുള്ള പോലുള്ള ഗ്രൂപ്പുകളിൽ ഈ പേജർ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ഹിസ്ബുള്ളയും പേജറുകളും എപ്പോൾ മുതലാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഹിസ്ബുള്ള ഈ പേജറുകൾ ഉപയോഗിക്കുന്നത് എന്നാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഫെബ്രുവരി 13 ഹിസ്ബുള്ള തലവന്റെ ഒരു പ്രഖ്യാപനം വരുന്നു. കാരണം ഈ ഹിസ്ബുള്ള അനുയായികൾ പേജറുകൾ ഉപയോഗിക്കുന്നതിന് കൃത്യമായ കാരണമുണ്ട്. ലബനനിൽ 170 ഹിസ്ബുള്ള അനുയായികളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ഫോണുകൾ ട്രാക്ക് ചെയ്തുകൊണ്ടായിരുന്നു. ഈ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഒരു മുതിർന്ന നേതാവും ഒരു ഹമാസ് നേതാവും ഒക്കെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ്, ഇതിനുശേഷമാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള ഇങ്ങനെയൊരു പ്രഖ്യാപനം കൊണ്ടുവരുന്നത്. അംഗങ്ങൾ മൊബൈൽ ഫോണുകൾ നശിപ്പിക്കണം എന്നാണ് ഈ ഒരു നിർദ്ദേശത്തിൽ അദ്ദേഹം പറയുന്നത്. ഫോണുകൾ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഇരുമ്പ് പെട്ടിയിൽ വെച്ച് കുടിച്ചു മൂടുകയോ ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമാണ് വന്നത്. പകരം പേജറുകൾ ഉപയോഗിക്കുക എന്നുള്ളൊരു നിർദ്ദേശത്തിലേക്കാണ് പോകുന്നത്. ഈ ഫോണുകൾക്ക് പകരം ആശയവിനിമയം സാധ്യമാക്കാനായി പേജറുകൾ ഉപയോഗിക്കാൻ അനുവാദം നൽകുന്നു. അതിനുശേഷം വിദേശത്ത് നിന്ന് 5000 പേജറുകൾ ഇറക്കുമതി ചെയ്യുന്നു. തായ്പേ ആസ്ഥാനമായുള്ള ഒരു കമ്പനിയാണ്, ഏതാണ് കമ്പനി, തായ്വാൻ കമ്പനിയായ അപ്പോളോയുടെ പേജറുകളാണ് ഇങ്ങനെ യൂറോപ്പിൽ നിർമ്മിച്ചതാണ് എന്നാണ് പറയുന്നത്. ഈ പേജറുകൾ ഇറക്കുമതി ചെയ്യുന്നു. 5000 പേജറുകളാണ് ഈ കമ്പനിയിൽ നിന്ന് വാങ്ങിയത്. പുതിയ പേജറുകളിൽ 3 ഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാസങ്ങളോളം ഇത് കണ്ടെത്താനായില്ല എന്നൊക്കെയാണ് കരുതുന്നത്. ഇതിലെ ഒരു രഹസ്യ കോഡ് ട്രാൻസ്മിഷൻ ആക്റ്റീവ് ആയപ്പോൾ ആയിരിക്കാം ഇത്തരത്തിൽ സ്ഫോടനം നടന്നതെന്നും വിശകലന വിദഗ്ധർ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ആക്രമണം എങ്ങനെ എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആയിരക്കണക്കിന് പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച, അതായത് സെപ്റ്റംബർ 17 ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാകുന്നത്. അസാധാരണ കൃത്യം എങ്ങനെ നിർവഹിച്ചിരിക്കാം എന്നൊക്കെയുള്ള ഒരു ചോദ്യം ലോകമെമ്പാടുമുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട്. ആദ്യ നിഗമനങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പേജർ ബാറ്ററികളെ അമിതമായി ചൂടാക്കി പൊട്ടിത്തെറിപ്പിച്ചിരിക്കാം എന്നാണ് കരുതിയിരുന്നത്. പക്ഷെ പിന്നീടാണ് ഈ പൊട്ടിത്തെറിയുടെ വീഡിയോകളൊക്കെ പുറത്തു വരുന്നത്. അതായത് ഈ 5000-ഓളം പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ വീഡിയോകൾ പുറത്തു വന്നതോടെയാണ് ബാറ്ററി പൊട്ടിത്തെറിച്ചല്ല സ്ഫോടനം ഉണ്ടായത് എന്നുള്ള വാദത്തിന് ബലമുണ്ടാകുന്നത്. പേജറുകളിൽ ഉണ്ടായിരുന്നത് 3 ഗ്രാം സ്ഫോടക വസ്തുക്കളാണ് എന്ന് സ്ഥിരീകരിക്കാത്ത ഒരു നിഗമനം കൂടിയുണ്ട്. അതിൽ ഒരു സ്ഥിരീകരണം ഇനിയും വരാനിരിക്കുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഡഡ് മെസ്സേജ് എത്തിയാൽ പൊട്ടിത്തെറിക്കുന്ന ഒരു സജ്ജീകരണം, അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ്
ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഹിസ്ബുള്ള അംഗങ്ങൾക്കിടയിൽ അടുത്തിടെയാണ് ഇത്തരത്തിലുള്ള പേജറുകൾ ഒക്കെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവയുടെ നിർമ്മാണത്തിന് സംഘടിപ്പിച്ച ഭാഗത്ത് ഈ വിതരണ ശൃംഖലയിലേക്ക് നുഴഞ്ഞു കയറിയായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു കൃത്യം നിർവഹിച്ചത് എന്നാണ് നിലവിലുള്ള ഒരു അനുമാനം. ഇതൊക്കെ ഒരു അനുമാനം മാത്രമാണ്, സ്ഥിരീകരിക്കാവുന്ന കാര്യങ്ങളല്ല. ഈ പേജറുകളിൽ മിലിറ്ററി നിലവാരമുള്ള സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരിക്കാം. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സ്ഫോടനം നടത്താൻ അല്ലെങ്കിൽ ഒരു ആക്രമണം നടത്താൻ സാധിച്ചത് എന്നാണ് കരുതുന്നത്. ഈ ഹമാസിനെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിലാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നത്. ഇറാൻ പിന്തുണയോടെ ലബനാനിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയ്ക്കെതിരെ ലബനീസ് അതിർത്തി കേന്ദ്രീകരിച്ച് ഇസ്രായേൽ റോക്കറ്റ് ആക്രമണങ്ങളൊക്കെ ശക്തമാക്കിയിരിക്കുകയാണ്. ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി BK സുഹൈൽ ചേരുന്നുണ്ട്. സുഹൈൽ, ഒടുവിൽ യുദ്ധം ലബനാനിലേക്കും കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ലോക ജനത ഉറ്റുനോക്കുന്നത്. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ലബനാനിലേക്ക് കൂടി യുദ്ധം വ്യാപിപ്പിക്കുന്നത്? അമൃത, ഗസക്കൊപ്പം ലബനാനെ കൂടി ആക്രമിക്കണമോ എന്നുള്ള കാര്യത്തിൽ ഇസ്രായേലിനുള്ളിൽ നേരത്തെ ഒരു തർക്കമുണ്ടായിരുന്നു. ഈ തർക്കത്തിന്റെ പേരിൽ പ്രതിരോധ മന്ത്രിയായ യോവ് ഗാലന്റിനെ മാറ്റണമോ എന്നതടക്കമുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ യോവ് ഗാലന്റ് തന്നെ പ്രഖ്യാപിക്കുന്നത് തങ്ങൾ യുദ്ധത്തിന്റെ പുതിയൊരു മുഖത്തേക്ക് കടക്കുകയാണ്, പുതിയൊരു ഫേസ് വരികയാണ്. പുതിയ ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി ലബനാനെ ആക്രമിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ വലിയൊരു സംഘത്തെ, തങ്ങളുടെ സൈന്യത്തിലെ വലിയൊരു സംഘത്തെ ലബനാൻ അതിർത്തിയിലേക്ക് വെക്കുന്നു. ഇന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ എന്ന് പറയുന്നത് ലബനാൻ അതിർത്തിയിൽ ഇസ്രായേലിലേക്ക് ലബനാന്റെയും അതിശക്തമായ ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു സൈനികൻ കൊല്ലപ്പെടുന്നു, നിരവധി ഇസ്രായേലി സൈനികർക്ക് പരിക്കേൽക്കുന്നു. ഇത്തരത്തിലുള്ളൊരു വലിയൊരു ആക്രമണത്തിലേക്ക് ഇസ്രായേൽ പോകുന്നു എന്ന് മുൻകൂട്ടി അറിഞ്ഞ ഹിസ്ബുള്ള അതിനെ പ്രതിരോധിക്കാനും അതേപോലെ തന്നെ ഒരു വലിയ കരയാക്രമണത്തിലും സജ്ജമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് ലീക്കായൊരു ഘട്ടത്തിലാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുന്നത്. ഒന്നിച്ച് കരയാക്രമണവും അതേപോലെ തന്നെ വ്യോമാക്രമണവും ഈ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ആക്രമണവും ഒന്നിച്ച് നടത്താനായിരുന്നു ഇസ്രായേലിൻ്റെ പ്ലാൻ എന്നാണ് ചില നിരീക്ഷകർ പറയുന്നത്. അത് ഹിസ്ബുള്ളക്ക് ലീക്കായി കിട്ടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിസ്ബുള്ള നേരത്തെ തന്നെ ഈ അതിർത്തി മേഖലകളിലേക്ക് കൂടുതൽ സൈന്യത്തെ വിന്യസിക്കാനും ഹിസ്ബുള്ളയുടെ പോരാളികളെ കൂടുതൽ സജ്ജമാക്കാനും വിചാരിക്കുന്നത്. ആ ഘട്ടത്തിൽ ഒരു പാനിക് അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഈ പുതിയ പേജറുകൾ അടക്കമുള്ള സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ മൊസാദാണ് എന്ന് കൃത്യമായി തന്നെ ഹിസ്ബുള്ള പറയുന്നു. അതിന് കനത്ത ശിക്ഷ ഇസ്രായേലിന് നൽകും എന്നും ഹിസ്ബുള്ള പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇറാൻ്റെ പ്രോക്സി സംഘടനകളിൽ ഏറ്റവും കൂടുതൽ ആയുധശേഷിയും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ സൈനിക ശേഷിയുമുള്ള ഒരു പ്രസ്ഥാനം അത് ഹിസ്ബുള്ള തന്നെയാണ്. ഹിസ്ബുള്ള കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെല്ലാം നേരിട്ട് അതിർത്തി കടന്നുകൊണ്ട് ഇസ്രായേലിലേക്ക് വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത്തരമൊരു നീക്കത്തിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ച് ഇസ്രായേൽ അതിർത്തി കടന്ന് ഇങ്ങോട്ട് വരുന്നൊരു സാഹചര്യം അതുണ്ടാകുമ്പോൾ, അങ്ങനെയാണെങ്കിൽ അതിനെങ്ങനെയാണ് ഇസ്രായേൽ നേരിടുക? വലിയ വ്യോമാക്രമണം തന്നെയായിരിക്കും ഇസ്രായേലിൻ്റെ കയ്യിലുള്ള ശക്തി. അതിനെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ തടയിടാനായിരിക്കുമോ ശ്രമിക്കുക? അതല്ല, നിലവിലെ കാര്യങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഒരാക്രമണത്തിലേക്ക് തുനിയേണ്ടതില്ല എന്നതാണോ ഹിസ്ബുള്ള തീരുമാനിക്കുക എന്നതെല്ലാം വരും ദിവസങ്ങൾ തെളിയിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ലബനാൻ്റെ ഔദ്യോഗിക സർക്കാർ തന്നെ പറയുന്നത് പല ഘട്ടങ്ങളിൽ ഞങ്ങൾ ഹസൻ നസ്രുള്ളയോടും അതേപോലെ തന്നെ ഹിസ്ബുള്ളയോടും ആക്രമണങ്ങൾക്ക് മുതിരരുത് എന്ന ഒരു നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നൽകാൻ പോലും ഞങ്ങൾക്ക് കഴിയില്ല. അത്രയും ക്രൂരവും നിന്ദ്യവുമായിട്ടുള്ള ആക്രമണവും അധിനിവേശവുമാണ് ഇസ്രായേൽ ഈ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നുഴഞ്ഞുകയറ്റത്തിലൂടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അതിന് മുതിരില്ല എന്ന് പറയുന്നുണ്ട്. ഇനി മറ്റു രാജ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇതിനോട് സംസാരിക്കുക അല്ലെങ്കിൽ പ്രതികരിക്കുക എന്നുള്ളത് കൂടി നമുക്കറിയണം. ജോർദാൻ ഇപ്പോൾ ഈ ലബനാനിൽ നടത്തിയുള്ള ആക്രമണം ശരിയല്ല, അത് ഏറ്റവും ക്രൂരമായി പോയി എന്ന് പറയുന്നുണ്ട്. ഈജിപ്തിനും ഈ സംഘർഷത്തിൽ വലിയ അസ്വസ്ഥതയുണ്ട്. ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതും അതിർത്തി രാജ്യങ്ങളിലേക്ക് പടരുന്നതും ഈജിപ്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ തങ്ങൾ വഞ്ചിക്കപ്പെടുന്നു എന്നുള്ളൊരു ഫീൽ അവർക്കുണ്ട്. കാരണം അമേരിക്കക്ക് കൂടി ഈ സംഭവങ്ങളെല്ലാം അറിയുന്നു എന്ന ഒരു വിവരം കൂടി ഇതിൻ്റെ ഇടയിലൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഖത്തറും അതേപോലെ ഈജിപ്തുമാണ് ഇപ്പോൾ വെടിനിർത്തൽ ചർച്ചകളുടെ മധ്യസ്ഥ റോളിലുള്ളത്. ഈ രാജ്യങ്ങൾ എന്ത് നിലപാടാണ് ഇനി സ്വീകരിക്കുക? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൃത്യമായി വരുന്ന ഒരു വിവരം, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ഒരിക്കലും ഈ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോകാൻ ബെന്യാമിൻ നെതന്യാഹു ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്.
നവംബർ ആദ്യവാരത്തിലാണ് അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ്, അതായത് ഈ വർഷം ഒരിക്കലും ഇസ്രായേലും അതേപോലെ തന്നെ മറുപുറത്ത് ഫലസ്തീൻ സംഘടനകളും ഇറാന്റെ പ്രോക്സി സംഘടനകളും ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യമാണ്. ഇസ്രായേലിലുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും തെരുവിലാണ്. ഒരു ഡീൽ ഉണ്ടാക്കിയാൽ മാത്രമേ, ഒരു ഹോസ്റ്റേജ് ഡീൽ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്രായേലിലുള്ളത്. അവരെ മുഴുവനും ഇനി പുതിയൊരു യുദ്ധമുഖത്തേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് അവിടെയുള്ള ആളുകൾ പ്രതികരിക്കുക? ഈ ഹോസ്റ്റേജുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഹമാസ് ഒക്ടോബർ 7 പിടിച്ചിട്ടുള്ള ബന്ദികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും അവഗണിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ്, ഒരു നിലപാടാണ് ഇപ്പോൾ നെതന്യാഹു സ്വീകരിക്കുന്നത്. അതിലപ്പുറമായി പുതിയ വിജയങ്ങൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുവാൻ എങ്ങനെയാണ് സാധിക്കുക എന്ന് വരും ദിവസങ്ങളിലൂടെ മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. ഏതായിരുന്നാലും അമേരിക്കയുടെ അകമഴിഞ്ഞ പിന്തുണ അത് തന്നെയാണ് ഈ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് തന്നെയാണ് ആശങ്കയുണ്ടാക്കുന്നതും എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ സുഹൈലൊക്കെ സൂചിപ്പിച്ചതുപോലെ വലിയ തരത്തിലുള്ള ആക്രമണങ്ങളിലേക്കൊക്കെ കടക്കാനിരിക്കുകയാണ്. ഏതായാലും ഹിസ്ബുള്ളയ്ക്കെതിരെ ലബനീസ് അതിർത്തി കേന്ദ്രീകരിച്ച ഇസ്രായേൽ റോക്കറ്റ് ആക്രമണങ്ങളൊക്കെ ശക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ ലബനാനിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള മുന്നറിയിപ്പും ഇസ്രായേൽ നൽകി കഴിഞ്ഞു. ഈ യുദ്ധത്തിന്റെ പുതിയ ഘട്ടം തുടങ്ങുകയാണ് എന്നാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുതന്നെയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും ലബനാൻ അതിർത്തിയിലേക്ക് ഇസ്രായേൽ കൂടുതൽ സൈന്യത്തെയും വിന്യസിച്ചു കഴിഞ്ഞു. ഗസയ്ക്ക് സമാനമായ ഒരു ഓപ്പറേഷൻ ലബനാനിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് വേണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇന്നലെയും അതുപോലെ തന്നെ സെപ്റ്റംബർ 17 ഉണ്ടായ ഈ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലൂടെയുള്ള സ്ഫോടനങ്ങളും അതിൻ്റെ മുന്നോടിയായാണ് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. വലിയ ആശങ്ക തന്നെയാണ് ലോക ജനതയ്ക്ക് മുന്നിലുള്ളത്. കാരണം നമ്മൾ കാണുന്നതാണ്, കഴിഞ്ഞ 10 മാസമായി ഗസയിലെ ആക്രമണങ്ങളൊക്കെ കാണുന്നു, കൂട്ടക്കുരുതി നമ്മൾ കാണുന്നു, നിരവധി ആളുകൾ, സാധാരണക്കാർ, ജനങ്ങൾ, കുട്ടികളൊക്കെ കൊല്ലപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം ആശങ്കയോടെ നോക്കി കാണുകയാണ് ലോക ജനത. BK സുഹൈലാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.